ഇറ്റലിയിലെ ലോവരയിൽ മോഡസ്റ്റോ കപ്പിത്താനിയോയുടെയും കാത്തറീന കനോസയുടെയും മകളായി 1807 ജനുവരി 13 ബർത്തലോമിയോ ജനിച്ചു. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല മകളായി ബർത്തലോമിയോ വളർന്നു. അവൾക്ക് കൂട്ടുകാരുമായി കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അവരോടൊപ്പം കളിക്കുമ്പോൾ ടീച്ചർ ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവൾക്കു ശേഷം ജനിച്ച സഹോദരന്മാരെല്ലാം പെട്ടെന്ന് തന്നെ മരണമടഞ്ഞു. കമില്ല എന്നു പേരുള്ള ഒരു സഹോദരി മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. കമില്ല വളരെ വികൃതിയുള്ള ഒരു കുട്ടിയായിരുന്നു. പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും ബർത്തലോമിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പാപം ചെയ്യുന്നത് ദൈവത്തെ സങ്കടപ്പെടുത്തുമെന്ന് വികാരിയച്ഛൻ്റെ പ്രസംഗത്തിലൂടെ അവൾ മനസ്സിലാക്കി. അമ്മയുടെ ചെറിയ കടയ്ക്ക് മുന്നിൽ വരുന്ന എല്ലാ പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിൽ അവൾ അതീവ ശ്രദ്ധ കാണിച്ചു. പിതാവിൻ്റെ മദ്യപാനം അവളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും പഠനത്തെയും തടസ്സപ്പെടുത്തും എന്ന് മനസ്സിലാക്കി അമ്മ അവളെ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന ബോർഡിംഗ് സ്കൂളിൽ ആക്കി. അവളുടെ അധ്യാപികയായ സിസ്റ്റർ ഫ്രാൻസിസ്കയിലൂടെ അവൾ സെയിൻറ്റ് അലോഷ്യസിനെ കുറിച്ച് അറിയുകയും വിശുദ്ധൻ്റെ ജീവിത രീതിയിൽ ആകൃഷ്ടയാവുകയും ചെയ്തു. ആത്മീയ കാര്യങ്ങളിൽ എന്നതുപോലെ തന്നെ പഠനത്തിലും അവൾ മികവ് പുലർത്തി. ഒരിക്കൽ സിസ്റ്റർ ഫ്രാൻസിസ്ക ഒരു പുതിയ ഗെയിം കളിക്കുവാൻ എല്ലാവരെയും വിളിച്ചു. സിസ്റ്റർ ഫ്രാൻസിസ്ക ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ആദ്യം വിശുദ്ധനാകുന്നത്? തൻ്റെ കയ്യിലെ കുറച്ച് വൈക്കോൽ കാണിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു, ഇതിൽ ഏറ്റവും വലിയ വൈക്കോൽ കിട്ടുന്നത് ആർക്കാണോ അവരായിരിക്കും ആദ്യം വിശുദ്ധനാവുന്നത്. ഇത് കേട്ടപ്പോൾ എല്ലാ കുട്ടികൾക്കും ആവേശമായി. അവർ നീളമുള്ള വൈക്കോലിന് വേണ്ടി തിരക്കുകൂട്ടി. ഈ സമയം ബർത്തലോമിയോ ആകട്ടെ മാതാവിൻ്റെ മുൻപിലേക്ക് ഓടിച്ചെന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, എനിക്കൊരു വിശുദ്ധയാകണം, ഒരു വലിയ വിശുദ്ധയാകണം, എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിശുദ്ധയാകണം. പിന്നീട് കളിസ്ഥലത്തേക്ക് തിരികെ വന്ന അവൾ പ്രാർത്ഥനാപൂർവം ഒരു വൈക്കോൽ എടുത്തു. ആർക്കാണ് നീളമുള്ള വൈക്കോൽ കിട്ടിയതെന്ന് കുട്ടികളെല്ലാവരും പരസ്പരം നോക്കുകയായിരുന്നു. ബർത്തലോമിക്ക് സന്തോഷം അടക്കാനായില്ല. അവൾക്കായിരുന്നു ഏറ്റവും വലിയ വൈക്കോൽ കഷ്ണം കിട്ടിയത്. ബർത്തലോമിയുടെ ആത്മീയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഈ സംഭവം. 6 വർഷങ്ങൾക്ക് ശേഷം ബർത്തലോമിയ പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി. അവൾ വീട്ടിലും നാട്ടിലും കാരുണ്യത്തിൻ്റെ മാതൃകയായിരുന്നു. അവൾ അനാഥരായ കുട്ടികളെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും ഒന്നിച്ചു ചേർക്കുകയും അവർക്കാവശ്യമായ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. അവളുടെ ആത്മീയ പിതാവായിരുന്ന ഡോൺ ആഞ്ചലോ ബോസിയോ അവളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിയായി കാത്തറീന ജെറോസ എന്ന സുഹൃത്തിനെ കൂടി പരിചയപ്പെടുത്തുകയും ചെയ്തു. ലോവരയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവർ ഒരാശുപത്രി സ്ഥാപിക്കുകയും രോഗികളായവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അവരുടെ സാന്നിധ്യം ലോവരയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകി. 1832 നവംബർ 21 ബർത്തലോമിയയും കാത്തറീനയും ചേർന്ന് ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചു. സഭ സ്ഥാപിതമായതിനു ശേഷം വെറും 8 മാസങ്ങൾ മാത്രമേ ബർത്തലോമിയോ ജീവിച്ചിരുന്നുള്ളൂ. തൻ്റെ 26-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി അവൾ വിളിക്കപ്പെട്ടു. പിന്നീട് ആത്മീയ പിതാവായ ഡോൺ ബോസിയോയുടെ സഹായത്തോടെ കാത്തറീന യേശുവിൻ്റെ കരുണാർദ്ര സ്നേഹം കാരുണ്യപ്രവൃത്തികളിലൂടെ എല്ലാവരിലും എത്തിച്ചു. ലോവരയിലെ തന്നെ ഒരുപാട് സഹോദരിമാർ അവരുടെ സഹായത്തിനെത്തുകയും ചെയ്തു. ബർത്തലോമിയ വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇന്നും സ്വർഗത്തിലിരുന്നു കൊണ്ട് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു.